എന്നതാ ഇവിടെ പ്രശ്നം? നാറ്റ കേസാ സാറേ. ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് ഇവന്റെ കൂടെ വന്നാ ലോഡ്ജിലേക്ക്. ഇവിടെ ആളും ബഹളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. അയാള് കാശ് തിരിച്ചു വെച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്നം. പട്ടാപ്പകല് വ്യവചാരമാണല്ലടാ റാസ്കൽ. സദാശിവ ജീവിക്കല്ലോ. ഇങ്ങോട്ട് നടക്കണം. നിന്നോട് പ്രത്യേകം പറയണോടെ. ഹബീബേ, പിടിച്ചു കേട്ട്. തകർക്കപ്പെട്ടത് ഒന്നല്ല, 2 ജീവിതങ്ങൾ. മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു. മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി. ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും. കുറ്റബോധമോ വേദനയോ അല്ല, ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ മോളെ? എന്റെ വിഷം അറിയാഞ്ഞിട്ടല്ല. ഇന്നലെ ജലവാനല്ലാതെ ഒത്തിരിപ്പിരുന്ന് പോയൊരു തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമല്ലോ. നേരത്തോട് നേരെ ഒരിത്തി വെള്ളം ഇറക്കിയിട്ടില്ലേ കുട്ടി. ഇങ്ങനെ ഇരുന്ന് ഉള്ളു വേവിക്കാതെ എന്റെ മോളെ, നീ ഞാൻ പറഞ്ഞോന്ന് കേക്ക്. സാറേ, ഒന്ന് കാണാൻ വന്നതാ. എന്നതാ ഈ നേരത്ത്? പടച്ചോനെ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളിയേക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവം പൊറുക്കൂല തോന്നുന്നു. ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല. ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ, ഈ നെഞ്ഞത്താ. അത് വീണടും പൊള്ളിപ്പോവും. അവള് കരളൊരുക്കി ഒന്ന് ശപിച്ചാൽ ഈ ജന്മ പാഴായി പോകും. നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. അവളെവിടെ? കിടക്ക്. നിങ്ങൾ പുറത്തേക്കോ. ഇവിടെ വീട്ടുകാവലിന് ഞാൻ ആളെ ഏർപ്പാടായിക്കോളാം.
മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു. വൈകി. മംഗലാപുരത്തായിരുന്നു. കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു. ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിന്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം. നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ. മര്യാദക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും. നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്. ഒച്ച വെക്കണ്ട. നബീസ് താത്തനെ ഞാൻ പറഞ്ഞയച്ചു. എടീ, ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ മതി. മനസ്സിലായോടി? ആ മയ്യത്തിന്റെ മേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ. പക്ഷെ നീ സാറിനിപ്പോ എന്ത് വേണം? എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട. തനിറങ്ങിക്കോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വെളിച്ചത്തിൽ തീരുമാനിക്കാം. ഇത് എന്റെ കാര്യം. ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. സാറ് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പോലീസുകാരന്റെ തോക്ക. ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയില്ല. അതുകൊണ്ട് മോനെ ഷെറീഫെ, നീ ഇറങ്ങിക്കോ. സോളമന വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായിന്റെ മോനും അസമയത്ത് ഇവിടെ കയറി വരില്ല. പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഒന്നും വേണമെന്ന് വെച്ചില്ല. ഹലോ. ആ, സോളമനാ. ഞാൻ മംഗലാപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാവുള്ളത്. സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും. എന്നാ? രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും. ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാ. അവിടെ എത്തുമ്പോൾ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടറെ നമ്മുടെ ഏരിയ ഒന്ന് നോക്കിക്കൊള്ളണം. ആ, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ നോക്കിക്കോളാം. നമ്പർ എന്നാന്ന് പറ. ആ, സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു. ഒരു ചാണ്ടിക്കുഞ്ഞ്. എവിടെ? എന്നാടാ ഇവിടെ? സാർ, അത് താമ്പാ. താൻ കാര്യം എന്നതാന്ന് പറയണം. താൻ ആരോടെങ്കിലും വല്ല വിവരക്കേടും വിളമ്പിയോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാർ. പക്ഷെ അയാൾക്ക് എന്തോ സംശയമുണ്ട്. ആ ഉമ്മച്ചന് കുറച്ചായിട്ട് അയാളെന്റെ പുറകെ തന്നെയാ. അയാള് പുറകെ നടക്കട്ടോ. ഉമ്മച്ചനല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. താൻ വാ തുറന്നാലല്ലാതെ. താൻ ധൈര്യമായിട്ടിരിക്കെ. അതല്ല സാർ, അയാൾ മറ്റു വഴിക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കാര്യം പറയിക്കാനുള്ള ശ്രമത്തിലാ. മറ്റു വഴിക്കെന്ന് വെച്ചാ? അടുത്ത ആഴ്ച എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചേക്കുവാ. കൊടുക്കാവുന്ന ഏറ്റ സ്ത്രീധന തുകയും സ്വർണവും കൊടുക്കേണ്ടത് മറ്റന്നാളാ. സഹകരണ ബാങ്കിൽ ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നു 5 ലക്ഷത്തിന്. നാളെ അത് കിട്ടാവുന്നും വെച്ചതാ. പക്ഷേ ഉമ്മച്ചന്റെ ആൾക്കാരല്ലേ ഭരണസമിതിയില്. എന്റെ പേരിലുള്ള ഈ സംശയം വെച്ച് ഉമ്മച്ചൻ അത് ബ്ലോക്ക് ചെയ്യിച്ചു. ലോൺ കിട്ടാനിപ്പം വേറെ ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാ ബാങ്കുകാർ പറയുന്നത്. നാളെ ഈ പറഞ്ഞ 5 ലക്ഷം കിട്ടിയില്ലേല് കല്യാണം മുടങ്ങും. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാറൊന്ന് മനസ്സ് വെച്ചാൽ. എനിക്കെന്നാ ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്കിലോ ഭരണസമിതിയിലോ എനിക്കങ്ങനെ ഹോൾഡൊന്നും ഇല്ലല്ലോ. അതല്ല സാർ, എങ്ങനെയാലും ഒരു 5 ലക്ഷം രൂപ എനിക്ക് തരണം. സാറ് വിചാരിച്ചാൽ നടക്കും. എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. താൻ എന്നതായി പറയുന്നത്? ഈടോ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എവിടെ നിന്നുണ്ടാക്കാനാ? എന്ന് പറഞ്ഞാ എന്റെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നടത്താൻ ഒത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയെ വഴിയുള്ളൂ.
2 ദിവസം മുമ്പ് ഉമ്മച്ചൻ ഒരാളെ വിട്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ. ലോൺ പാസ്സാക്കി തരാൻ അയാൾ വിചാരിച്ചാൽ പറ്റും. വേറെ സഹായങ്ങൾക്കും അയാൾ റെഡിയാ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഡെന്നീസിന്റെ ശവം എന്ത് ചെയ്തെന്ന് ഞാൻ അവരോട് പറയണം. എനിക്ക് എന്റെ മോളുടെ കല്യാണം നടത്തണം സാർ. അതിനൊന്നെങ്കിൽ സാറ് സഹായിക്കണം, അല്ലേല് ഞാൻ നേരെ പോയിട്ട് ഉമ്മച്ചനെ കാണേണ്ടി വരും. ശരിക്കും അറിയാഞ്ഞിട്ടാ. സാറ് ചുമ്മാ ശോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഭവം വെളിയിലായാൽ സാറ് മാത്രമല്ല ഞാനും തൂങ്ങേണ്ടി വരും. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തൂങ്ങാനും ഞാൻ റെഡിയാണ്. സാറൊന്ന് ശാന്തമായിട്ട് ആലോചിക്ക്, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് നാളെ വൈകിട്ടത്തേന് കാശുമായി അങ്ങ് എത്തിയാൽ മതി. സംഭവിക്കും. കാശ് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. ഞാൻ പോകാം, പക്ഷേ നാളെ സാറ് വാക്ക് മാറ്റി പറയരുത്. നിർത്തണോ? സോളമൻ പിഴയാ, ഭൂലോക പിഴയാ. പക്ഷെ സോളമൻ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കേ ഉള്ളൂ. തഞ്ചല് നാളെ കാശ് കിട്ടിയില്ലേ സോളമൻ ജീവിച്ചിരിപ്പില്ലെന്ന് കൂട്ടിക്കോ. സാറെന്താ ഈ വഴിക്ക്? സാർ ഇരിക്കെ. സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? പറയാം. ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. തനിക്കോ അബൂബക്കർ ഹാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റണം. പണമായിട്ടോ പ്രത്യോപകാരമായിട്ടോ ഞാൻ തിരിച്ചു തരും. ഒരു 5 lakhs. അബൂബക്കർ ഹാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. 5 lakhs എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ. എനിക്കറിയാം, അതൊരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷെ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നും എനിക്കറിയാം. എന്നാര് പറഞ്ഞു സാർ? 24 മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ. നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി, പക്ഷെ പണം എപ്പോഴും പണം തന്നെയാ. അവിടെ സ്നേഹവും ഇല്ല, സെന്റിമെന്റ്സും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ. ഷെറീഫെ, സംസാരിച്ചു കളയാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ. കാശ് കിട്ടുവോ ഇല്ലയോ? ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക് അബൂബക്കർ മുതലാളിയോട്. ഷെറീഫെ, കാര്യമൊക്കെ ശരി തന്നെ. തന്റെ ഉപ്പ അബൂബക്കർ ഹാജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അതൊരു വിശ്വാസം. അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ? അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, അതായത് നിയമത്തിന്റെ വഴി. അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന്? അത് കള. ഈ കസേര ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ അറയ്ക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട. പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. അതിനിയും വഴി കിടക്കുമല്ലയോ? മിനിമം ഒരു 1.5 കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം. അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം. അത് മുതലാളി ഒന്ന് വിളിച്ച് പറ. എത്ര കിട്ടണം? 25 എന്ന് വെച്ചാൽ 25 lakh. അത് കിട്ടി ആലോചിക്കാം. 25 രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോകും. കാണോ? നീ കൊണ്ടുപോകല. നിന്റെ ഉപ്പ അറയ്ക്കൽ അബൂബക്കർ ഹാജി ചിലപ്പോ കൊണ്ടുപോയിരിക്കും. പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരു അനന്തരാവകാശം ഉണ്ടാകത്തില്ല. ലോറി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും.
ഹലോ ആ സബ് ഇൻസ്പെക്ടറാ. ആ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. കാര്യം പറഞ്ഞു. എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. നിങ്ങൾ ലോറി വിട്. രാവിലെ ചരക്ക് അവിടെ എത്താനുള്ളതാ. ലോറി ഞാൻ വിടാം, പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട്. 10 പൈസ അതിൽ നിന്ന് കുറയല്ല. ഒന്ന് ഇതുവരെ വന്നാ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്തേ? ഞാൻ വരാം. പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വരീം. നേരും നിറയും ഒന്നുമില്ലാത്ത ബിസിനസ്സായത്. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ജയിക്കാൻ എന്ത് വഴിയും നോക്കും. അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല. പക്ഷെ തോറ്റു എന്നുറപ്പായ പിന്നെ കളിക്കാൻ നിൽക്കരുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം. അതാ ഓനില്ലാണ്ടായി പോയത് എന്റെ ചെക്കന്. ഇതാ 25 ലക്ഷം തികച്ചുമുണ്ട്. നേരത്തെ ചോദിച്ചപ്പോ 5 തന്നിരുന്നെങ്കിൽ ഇപ്പൊ 20 ലാഭമായനെ. പറഞ്ഞിട്ട് കാര്യമില്ല. 25 തികച്ചും പോണമെന്നായിരിക്കും അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ വിധി. പോകാൻ വരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ട് പൊക്കോളി. ആ പിള്ളേ, ഞാനാ. വണ്ടി വിട്ടേക്ക്. വേണ്ടൊന്നും വേണ്ട, ഞാൻ വരാം. എന്നാ ഇറങ്ങിക്കോളി.